ലാസറിൻ്റെ മാർത്തയുടെയും മേരിയുടെയും കാര്യം കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിന് തുടർച്ചയായിട്ട് ചിന്തിക്കാനായിട്ട് ഒരു ഭാഗം കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്നലെ മെനിഞ്ഞാന്നും ഒക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വന്ന ഒരു കാര്യം, കർത്താവ് ലാസറിന് ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ ആൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഇരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടെ അവിടെ തന്നെ ഇരുന്നു. പിന്നെ അടുത്ത ദിവസം യാത്ര ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മരിച്ചിട്ട് 4 ദിവസമായി എന്നുള്ള കാര്യമാണ് അറിയുന്നത്. എന്ന് മാത്രമല്ല, ഇന്നലെ ഒക്കെ ഇന്നലത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് സഹോദരിമാരും അവിടെ കടന്നു വന്ന യഹൂദന്മാരും ഒക്കെ, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നു എന്ന് പിന്നെയും ആ പറഞ്ഞ കാര്യം തന്നെ ഒരു പരാതി എന്നുള്ള രൂപേണ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് അവരെല്ലാം യേശുവിനോട് പറയുകയും അവിടെ കടന്നു വന്ന യഹൂദന്മാരും അതുതന്നെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് ഈ മാർത്തയ്ക്കും മറിയയ്ക്കും ലാസറിനും മാത്രമല്ല, നമുക്കും പലപ്പോഴും നമ്മൾ ഇടറിപ്പോകുന്ന ഒരു കാര്യമായി ദൈവിക സമയം, ദൈവത്തിൻ്റെ സമയം എന്നുള്ള വിഷയത്തിൽ. അത് ദൈവവചനം ആദ്യം മുതൽ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൊട്ട് പല വ്യക്തികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവരൊക്കെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയാതെ പല സാഹചര്യങ്ങളിലും അവരിടറിപ്പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ദൈവപ്രവർത്തിക്കായിട്ടും ദൈവത്തിൻ്റെ സമയത്തിനായിട്ടും ഒരു ദൈവപൈതലിന് കാത്തിരിക്കാൻ കഴിയുക എന്നുള്ളത് അവനെ സംബന്ധിച്ചുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അതിനു മുമ്പേ നമ്മൾ ഇടറിപ്പോകുമ്പോൾ അത് മറ്റു ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കാനായിട്ട് ഇടയായിട്ട് തീരുകയും ശത്രു നമ്മുടെ ജീവിതത്തെ മുതലെടുക്കാനായിട്ട് ഇടയായി തീരുകയും ചെയ്യും. ഇന്നലെ നമ്മൾ നിർത്തുന്ന സമയത്തും നമ്മൾ കണ്ടത്, ആ കർത്താവേ നീ നേരത്തെ വന്നില്ലല്ലോ, സത്യം പറഞ്ഞാൽ ആളെ വിട്ടതാണ്, നീ സത്യത്തിൽ ഇവനെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. കർത്താവ് കണ്ണുനീർ വാർത്തു എന്ന് പറയത്തക്കവണ്ണം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞിരുന്ന വ്യക്തിയാണ് കർത്താവ്. അറിഞ്ഞുകൊണ്ട് തന്നെ 2 ദിവസം താമസിച്ചു. അവിടെ കടന്നു വരുമ്പോഴും എന്താണ് നടക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി എന്നുള്ളതിനെപ്പറ്റി പൂർണ്ണ നിശ്ചയം യേശുവിനുണ്ടായിരുന്നു. എങ്കിലും മറിയ കരയുന്നതും യഹൂദന്മാർ കരയുന്നതും കണ്ട് കർത്താവ് കണ്ണുനീർ വാർത്തു എന്ന് നമ്മളവിടെ വായിക്കുന്നു. അടുത്ത മൊമെൻറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. നമുക്കറിയാം, കർത്താവ് തൻ്റെ ആ പ്രവൃത്തിയിലൂടെ അന്നേരം വരെ മാനുഷികമായ നിലയിൽ ഉയർത്തിപ്പൊക്കിയ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ നറേഷൻ എല്ലാം തകർക്കുന്ന നിലയിൽ കർത്താവ് ആ സാഹചര്യത്തോട് ഇടപെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവപ്രവൃത്തി ഒരു സ്ഥലത്ത് വെളിവാകുമ്പോൾ അതിന് ബഹുമുഖമായിട്ടുള്ള വിവിധ നിലകളിലുള്ള പരിണിത ഫലങ്ങളാവുണ്ട്. വ്യക്തികളുടെ ജീവിതത്തിൽ, സാഹചര്യത്തിൽ, ദൈവമഹത്വത്തോടുള്ള ബന്ധത്തിൽ ഒക്കെ വിവിധ നിലകളിൽ അതിൻ്റെ രൂപാന്തരങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ നൽകപ്പെട്ട ഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 38 വാക്യം മുതൽ നമ്മൾ കാണുന്നത്, ആ വ്യക്തമായ സമയത്ത് കർത്താവ് കരയുകയും കൂടെ ചെയ്തപ്പം ഒരു നിസ്സഹായതയുടെ കരച്ചിലായിട്ട് ഒരുപക്ഷെ അവിടെ കൂടി നിന്നവരൊക്കെ അത് ചിന്തിച്ച് കാണും. അയ്യോ, ഇത്ര നിസ്സഹായനായിട്ട് ഈ കാഴ്ച കൊടുക്കുകയും മരിച്ചവരെ ഇതിനു മുമ്പ് ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഇതേ വ്യക്തി ഇതായിരുന്നു കരയുന്നു. അത് നിസ്സഹായതയുടെ കരച്ചിലല്ലായിരുന്നു. കർത്താവ് അവൻ നമ്മെപ്പോലെ മനുഷ്യനായതുകൊണ്ട്, നമ്മെപ്പോലെ വിചാരങ്ങളുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അവൻ നമ്മളോട് സിമ്പതൈസ് ചെയ്യുന്ന ഒരനുഭവമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിശ്ചയമായിട്ടും ചില ആൾക്കാരൊക്കെ കരയുന്ന കാണുമ്പോൾ നമുക്കും കരച്ചിൽ വരും എന്നുള്ള നമ്മുടെ സാധാരണഗതിയിലുള്ള മാനുഷികമായിട്ടുള്ള ഇതാ നമുക്കറിയാമല്ലോ. എന്ന് വെച്ചിട്ട് കർത്താവ് അവിടെ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. നോക്കിയാട്ടെ, അങ്ങനെ ഉള്ളം നൊന്ത് അവൻ കലങ്ങി ഉള്ളം നൊന്ത് അവനെ കല്ലറയ്ക്കൽ എത്തി ആ ഗുഹയായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പം ഒരു നാച്ചുറലായിട്ടുള്ള ഗുഹ കുറച്ചുകൂടെ വിസ്താരപ്പെടുത്തി അതിൽ ആൾക്കാർക്കൊക്കെ വന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന വലിപ്പത്തിൽ എന്ന് മാത്രമല്ല, ഈ കല്ലറയിൽ ഈ ശവശരീരങ്ങൾ
അടുക്കി അടുക്കി വെക്കാനൊക്കെയുള്ള അറേഞ്ച്മെൻ്റൊക്കെയുള്ള ഒരു സംഗതിയായിരുന്നു ഈ കല്ലറ എന്നുള്ളത് നമുക്ക് മറ്റുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൻ്റെ കല്ല് നീക്കുവാനായിട്ട് കർത്താവ് കൽപ്പിക്കുകയും അന്നേരം നമുക്കറിയാം കർത്താവ് എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്നല്ല അവർ ഒരുപക്ഷെ ധരിച്ചിരിക്കുന്നത്. മാർത്ത വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് പറയുകയാണ്, കർത്താവേ ഇനി തുറക്കണ്ട, നിനക്ക് പ്രിയനായവനായിരുന്നു, നീ തക്ക സമയത്ത് വന്നില്ല, ഇത് വളരെ സ്നേഹമുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എന്നാൽ ഇപ്പം തുറക്കേണ്ട കർത്താവ്, ഇവിടെ നിൽക്കുന്നവർക്കാർക്കും ആ ദുർഗന്ധം വെച്ചു തുടങ്ങി. അതുകൊണ്ട് കർത്താവ് നമുക്കറിയാമല്ലോ, മരിച്ച ഒരാളിൻ്റെ ശവശരീരം കാണുകയും മുഖം കാണുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. ആ മരിച്ച ദിവസമാണെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ എംബാമൊക്കെ ചെയ്ത് ഫ്രീസറിലൊക്കെ വെക്കുന്ന പരിപാടിയുണ്ട്, അങ്ങനെ മുഖം കാണാം. എന്നാൽ അന്ന് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് നിശ്ചയമായും നാറ്റം വെച്ച് തുടങ്ങി. എന്ന് മാത്രമല്ല, യഹൂദന്മാർ ഇങ്ങനെ ഈ മരുന്ന് പുരട്ടുക, എംബാം ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടിയൊന്നും യഹൂദന്മാർക്ക് സ്വീകാര്യമല്ലായിരുന്നു എന്നുള്ളൊരു ഒരു ഇതും കൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അവർ മിക്കവാറും മരിക്കുന്ന അതേ ദിവസം തന്നെ ആ ശവശരീരത്തെ കല്ലറയിൽ വെക്കുക ചെയ്യുന്നത്, അല്ലാതെ അവരൊരിക്കലും പിന്നെ അത് നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടി അവർക്കില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ലാസറിനെ ഒന്നുകൂടെ കാണാനാ കർത്താവ് പോകുന്നത് എന്നുള്ളൊരു നിലയിലായിരിക്കാം മാർത്ത പ്രതികരിക്കുന്നത്. കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, നിനക്ക് അവനെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എന്നാൽ വേണ്ട കർത്താവെ, അത് വേണ്ട എന്നൊരു നിലയിൽ സ്നേഹത്തോട് ഉപദേശിക്കുന്നത് അപ്പം ഈ മൊമെൻ്റ് വരെ പോലും കർത്താവിൻ്റെ ഉദ്ദേശം അവർ മനസ്സിലാക്കിയില്ല. കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയില്ല. ഇത്രയും നേരം നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ പോലും എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാം കർത്താവ് അവിടെ ചെന്ന് അത് കല്ല് നീക്കാനും അവിടെ ചെറിയൊരു പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്നത്. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഒക്കെ നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ഒരു രസമായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ചില സ്ഥലങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഉത്തരവാണ്. കാരണം എല്ലാ സ്ഥലത്തും പോയി ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരുണ്ട്. അപ്പം കർത്താവ് ഇവിടെ ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയല്ല ഇവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കാവൂ എന്നല്ല പറഞ്ഞത്. പ്രാർത്ഥനയുടെ രീതി എന്തായിരിക്കണം? അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിലയിലും ദൈവത്തിൽ കോൺഫിഡൻസ് നമ്മൾ പ്രഖ്യാപിക്കുന്ന നിലയിലും ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കാത്ത നിലയിലും ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അല്ലാതെ അപ്പോസ്തലന്മാരെ പ്രാർത്ഥിച്ചിടത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പ്രാർത്ഥിച്ച സ്ഥലത്തെല്ലാം അവർ ഈ ഒരു മെക്കാനിക്കലായിട്ട് ഒരു പ്രാർത്ഥനാ രൂപം ചൊല്ലി എന്നല്ല ഇതിൻ്റെ അർത്ഥം. നമുക്ക് സ്വാതന്ത്ര്യമുള്ള കാര്യം ദൈവത്തോട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി അപേക്ഷിക്കാനും എല്ലാം ദൈവരാജ്യത്തിന് ഉള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത ശേഷം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ് കർത്താവ് മോഡൽ കാണിച്ചു തന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ കർത്താവ് ചുരുക്കം ചില വാക്കുകൾ, കാരണം നമുക്കറിയാമല്ലോ ഇന്നത്തെ ചില ഫെയ്ത്ത് ഹീലേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഇറങ്ങി വരിക, ഇപ്പോൾ തന്നെ ലാസറേ നീ ഇറങ്ങി വാ എന്നും പറഞ്ഞിങ്ങനെ ഒരു ഷോയൊന്നും കാണിക്കാനല്ല കർത്താവോട് നിന്നത്. കാരണം ഹി വെരി വെൽ ന്യൂ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുകയും പിതാവായ ദൈവത്തോടുള്ള പൂർണ്ണ കോർഡിനേഷനിലും ആ പിതാവായ ദൈവത്തോടുള്ള പൂർണ്ണമായിട്ടുള്ള ഹാർമണിയിലും കർത്താവ് തൻ്റെ മിറക്കിൾസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ ചെന്ന് ആൾക്കാരുടെ മുന്നിൽ വെച്ചൊരു നാടകം കളിക്കേണ്ടത്, ഒരു ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നും കർത്താവിനില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഭാഗം അനങ്ങുന്നു, പിന്നെ വേറെ ഭാഗം അനങ്ങുന്നു. ഇതൊന്നുമല്ല നമ്മളവിടെ കാണുന്നത്. എന്തായിരിക്കണം ഒരു പ്രാർത്ഥന എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യവും നമുക്കറിയാം. കർത്താവേ, ഞാൻ അപേക്ഷിക്കുന്നു, നിനക്ക് ഹിതമുണ്ടെങ്കിൽ നീ ഇതിനെ പ്രാർത്ഥിക്കാം, എഴുന്നേൽപ്പിക്കാം, ഇല്ലെങ്കിൽ നീ എഴുന്നേൽപ്പിക്കുകയില്ല, അതെനിക്കറിയാം. അതിൻ്റെ ദൈവശാസ്ത്രവും തിയോളജി എല്ലാം വിവരിക്കുകയല്ല ചെയ്തത്.
ഞാൻ അബദ്ധത്തിൽ ഒരു സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഒരു സൈക്കിളെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ബസ് ഷെൽട്ടറിൽ കയറി അവിടെ നിന്ന് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു സുവിശേഷകനും കൂടെ ആ ബസ് ഷെൽട്ടറിൽ കടന്നു വന്ന് നിൽക്കാനിടയായി തീർന്നു. ഞങ്ങളെയൊക്കെ പരിചയപ്പെട്ടു. വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ എന്നാൽ പിന്നെ ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സുവിശേഷകൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 ഓപ്ഷൻ കർത്താവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. അത് 3 ഞാൻ ഓർക്കുന്നില്ല. 1, കർത്താവേ, ഈ മഴ കഴിയുന്നത് വരെ ഈ സഹോദരന്മാർക്ക് ഇവിടെ നിൽക്കാം, അതിന് നീ കൃപ ചെയ്യണമേ. അങ്ങനെ അല്ല എങ്കിൽ ഇപ്പോൾ തന്നെ മഴ നിർത്തിയതിന് ശേഷം കർത്താവെ നിനക്ക് അവരെ പറഞ്ഞു വിടാം. അതൊരു ഓപ്ഷൻ. പിന്നെയും വേറൊരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ട് ഈ 3 നിലകളിലും വേണമെങ്കിൽ കർത്താവെ നിനക്ക് പ്രവർത്തിക്കാം, നിന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞ് ഞങ്ങളെ യാത്രയാക്കി. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രാർത്ഥന അതിന് മുമ്പ് അതിന് ശേഷവും ഞാൻ കേട്ടിട്ടില്ല. കാരണം കർത്താവിന് മൾട്ടിപ്പിൾ ചോയ്സ് ഇത് കൊടുത്ത് കർത്താവിനോട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അങ്ങോട്ട് ഡിസൈഡ് ചെയ്യുക, കർത്താവിന് ഇതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ഇതാണോ പ്രാർത്ഥന? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, പ്രാർത്ഥനയിൽ പ്രാഥമികമായിട്ട് പ്രകടിപ്പിക്കേണ്ടത് ദൈവത്തിലുള്ള കോൺഫിഡൻസും ദൈവത്തിലുള്ള ഉറപ്പുമാണ് പ്രഖ്യാപിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ട് അത് കാണാൻ കഴിയും. കാരണം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഭക്തിയും ഇതൊന്നുമില്ല. വന്നിരുന്നെങ്കിൽ പ്രശ്നമുണ്ടാകത്തില്ലായിരുന്നു, നീ തക്ക സമയത്ത് എത്തിയിരുന്നെങ്കിൽ അവനിങ്ങനെ പറ്റുകയില്ലായിരുന്നു എന്നൊന്നും അല്ല പറയുന്നത്. നമുക്കറിയാമല്ലോ, അന്നേരം വരെ ശത്രു പടുത്തുയർത്തിയ മാനുഷിക ബുദ്ധിയിൽ പടുത്തുയർത്തപ്പെട്ട ഫാലസി എല്ലാം അതിൻ്റെ അടിസ്ഥാനം ഇടിഞ്ഞ് വീഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത്രയും നേരം വരാതിരുന്നത് കൊണ്ട് കർത്താവ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കിങ്ങനെ പറ്റുകയില്ലായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ, നീ വരാതിരുന്നത് നന്നായി കർത്താവ്, അതുകൊണ്ട് ഇത്രയും വലിയൊരു അത്ഭുതം കാണാൻ കഴിഞ്ഞു എന്ന് പറയത്തക്കവണ്ണം ഉള്ള നിലയിൽ കർത്താവ് ആ ഫാലസികളെ എല്ലാം പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് തൻ്റെ പ്രവൃത്തിയിലൂടെ അവിടെ ചെയ്ത്. കർത്താവ് ഡയലോഗൊന്നും പറഞ്ഞില്ല. കർത്താവ് എന്നാൽ അവിടെ കാണുന്നത് വാട്ട് വാസ് ഗോഡ്സ് ഒറിജിനൽ പർപ്പസ്, എന്തായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം, എന്തുകൊണ്ട് നേരത്തെ വന്നില്ല, എന്തുകൊണ്ട് 2 ദിവസം അവിടെ താമസിച്ചു, എന്തുകൊണ്ട് ഇവിടെ കടന്നു വന്നു, ഈ സമയത്ത് കടന്നു വന്നു, അതിൻ്റെ എല്ലാ ഉത്തരം വാക്കും ഭാഷണവും ഇല്ലാതെ അവരുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ്. എന്തായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ദൈവം ഒരുപക്ഷെ പ്രവർത്തിച്ചതുപോലെ പോലുമല്ല, അതിനേക്കാളും മഹത്വകരമായ നിലയിൽ പ്രവർത്തിക്കാനാണ് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മോശയ്ക്ക് കനാനിലേക്ക് കടക്കാൻ കഴിയാഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നുള്ളതും, ഒരിക്കൽ പാറയെ അടിക്കാനായിട്ട് പറയുകയും അങ്ങനെ വെള്ളം പുറപ്പെടുകയും അടുത്ത പ്രാവശ്യം പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും അദ്ദേഹം പാറയെ 2 പ്രാവശ്യം അടിച്ചു എന്ന് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 2ാമത്തെ പ്രാവശ്യത്തെ ആ അടിയോടുകൂടിയാണ് ദൈവം മോശയോട് പറഞ്ഞത്, മോശെ, നീ വാഗ്ദത്ത നാട്ടിൽ നീ കയറത്തില്ല, കാരണം ജനത്തിൻ്റെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു, നീ എന്നെ അവിശ്വസിച്ചു, നീ എന്നെ എൻ്റെ നാമത്തെ അശുദ്ധമാക്കി കളഞ്ഞു. കാരണം നീ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് കുറച്ചും ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന നിലയിലും 2ാമത്തെ പ്രാവശ്യം ഈ വടിയും ഇതൊന്നും വേണ്ട, അതിനെ അടിക്കുകയും വേണ്ട, ജസ്റ്റ് കൽപ്പിച്ചാൽ മതി. കാരണം ഞാൻ പാറയുടെ മേൽ നിൽക്കും, ദൈവം ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞ് ദൈവനാമം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒന്നുകൂടെ നന്നായിട്ട് മഹത്വപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിച്ചെങ്കിൽ, നീ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും അന്ന് 1 അടി അടിച്ച് ഇപ്പൊ 2 അടി അടിച്ചപ്പോഴാണ് വെള്ളം വന്നത്. അപ്പോൾ ഈ കുറേ മഹത്വം ഈ വടിക്കും, കുറേ മഹത്വം നിനക്കും, കുറേ മഹത്വം മറ്റു പലതിനുമൊക്കെ നീ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മഹത്വം എടുക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് വെച്ച് ദൈവം വെള്ളം കൊടുക്കാതിരുന്നില്ല. നമ്മുടെ അനുസരണക്കേട് കൊണ്ടും നമ്മുടെ അവിശ്വാസം കൊണ്ടും ചെയ്യുന്നെങ്കിലും ദൈവം വെള്ളം കൊടുക്കാതിരുന്നില്ല. എന്നാൽ അവിടെ മോശയ്ക്ക് കനാനിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയതിൻ്റെ സാഹചര്യം അവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുറേ ചെയ്തികൾക്കും കുറേ പരിപാടികൾക്കും ഉപവാസത്തിനും ഒക്കെ മഹത്വം കിട്ടിയിട്ട് ആരൊക്കെയോ എവിടുന്നൊക്കെയോ ചില സ്പെഷ്യലിസ്റ്റുകൾ വന്ന് ചെയ്തു എന്ന് പറഞ്ഞ് കേട്ട് ദൈവത്തിൻ്റെ മഹത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല,
ഇതൊന്നും ഇല്ലാതെയും ദൈവത്തിന് നിശ്ചയമായും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള നിലയിലാണ് ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ കൂടുതൽ 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 പ്രവൃത്തിയിലും കൂടുതൽ മനുഷ്യന് മഹത്വം കിട്ടുന്ന നിലയിലും കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥന ആ ഭാഗം വായിച്ചപ്പോൾ എന്നെ വളരെ എന്നെ സ്പർശിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. കർത്താവേ, നീ എൻ്റെ പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്നും ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ ഇത് പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കയ്യും കാലും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാലുകൊണ്ട് മൂടിയുമിരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. നമുക്കറിയാം കർത്താവ് എന്താ ഇവിടെ ചെയ്ത കാര്യം, അല്ലെങ്കിൽ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം എന്ന് ആത്യന്തികമായിട്ട് ഇത്രയും മിറക്കിൾസ്, 7 മിറക്കിൾസ് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ എടുത്ത് പറയുന്ന കർത്താവ് ചെയ്ത മിറക്കിൾസിനെ കുറിച്ച് വായിക്കുന്നെങ്കിലും ജീവൻ്റെ മേൽ അധികാരമുള്ള, അതും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നാറ്റം വെച്ച് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് കർത്താവ് ഈ ഉയിർപ്പിച്ചത് കൊണ്ട് നമുക്കറിയാം എന്താ കർത്താവ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ വിശ്വാസം സംബന്ധിച്ച് അന്ന് തുടർന്ന് നമ്മൾ കാണാനായിട്ട് കഴിയും. അന്നേരം വരെ ശത്രുതയിലിരുന്ന സദൂക്യരും പരീശരും ഒരുമിച്ച് മീറ്റിംഗ് ചേർന്ന് കർത്താവിനെ കൊല്ലാനുള്ള പദ്ധതികൾ ആലോചിക്കുന്നത് നമുക്ക് തുടർന്ന് കാണാൻ കഴിയും. എന്നാൽ കർത്താവ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് പുനരുത്ഥാനം എന്ന് പറയുന്നത് ഈ ക്രിസ്തീയ വിശ്വാസവും ദൈവത്തിൻ്റെ വചനവും അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പുനരുത്ഥാനം എന്നൊരു കാര്യമില്ല. സദൂക്യർ വിശ്വസിക്കുന്ന പോലെ ആണെങ്കിൽ പിന്നെ ഈ വിശ്വാസത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒന്നും കാര്യമില്ല. ജസ്റ്റ് ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ആയിട്ട് പോകുന്നു, അത്രയല്ലാതെ ഒരു പ്രായോഗികമായി നിരീശ്വരവാദികളെ പോലെ ജീവിക്കുന്നവരായിരുന്നു ഈ സദൂക്യർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് എന്ത് പറയാനാണ് ഉദ്ദേശിച്ചത്? കാരണം നമുക്കറിയാം കർത്താവ് ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്താണ് ഒരിക്കൽ പറഞ്ഞത്. കർത്താവിൻ്റെ അടുത്ത് സദൂക്യർ വന്ന് ചോദ്യം ചോദിച്ചു. 7 സഹോദരന്മാരുണ്ടായിരുന്നു, അവരൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. പുനരുത്ഥാനത്തിൽ അവർ ആർക്ക് ഭാര്യയാകും എന്ന് പറഞ്ഞപ്പോൾ പുനരുത്ഥാനത്തിൽ ദൂതന്മാരെ പോലെ അത്രേ വിവാഹത്തിന് കൊടുക്കുകയും വിവാഹത്തിന് എടുക്കുകയും ഒന്നും ചെയ്യുന്ന പരിപാടി അവിടെ ഇല്ല എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞ സാഹചര്യം നമുക്കറിയാം. കാരണം the very purpose of giving the scripture is to reveal the fact that there is a resurrection. ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളതാണ്, ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഒരു പുനരുത്ഥാനം മനുഷ്യനുണ്ട്, ഒരു ന്യായവിധിയുണ്ട് എന്നൊക്കെ മനുഷ്യനോട് തൻ്റെ സന്ദേശം അറിയിക്കാനും കൂടെയാണ് ഈ സ്ക്രിപ്ചർ കൊടുത്തേക്കുന്നത്. അതേ സ്ക്രിപ്ചർ വെച്ച് അതേ ഒരു കെട്ടുകഥയുണ്ടാക്കി അവർ പുനരുത്ഥാനം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ സഹോദരന്മാർ 7 സഹോദരന്മാർ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച കാര്യം പറഞ്ഞുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ വചനം നിങ്ങൾക്ക് തന്നതിൻ്റെ ഉദ്ദേശത്തെ തന്നെ അതിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന പോലുള്ള പരിപാടിയാണ് നിങ്ങൾ ഈ കാണിച്ചേക്കുന്നത് എന്ന് പറയാം. കാരണം ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച്, യഹൂദന്മാരുടെ വിശ്വാസത്തെ സംബന്ധിച്ചോളം പൗലോസ് പല പ്രാവശ്യം സഹോദരന്മാരെ, ഞാൻ പുനരുത്ഥാനം സംബന്ധിച്ചുള്ള പ്രത്യാശ നിമിത്തമാണ് വിസ്താരത്തെ അകപ്പെട്ടു പോയിരിക്കുന്നത് എന്നൊക്കെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ പുനരുത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പുനരുത്ഥാനം ഇല്ലെങ്കിൽ പിന്നെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ കള്ളസാക്ഷികളായിട്ട് തീരും, ഉയർത്തിയിട്ടില്ലാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത് എങ്ങനെയെന്നൊക്കെ പൗലോസ് ആർഗ്യൂ ചെയ്യുന്ന പോലെ അടിസ്ഥാനമില്ലാത്തൊരു കാര്യമായിട്ട് തീരും. നമുക്കറിയാമല്ലോ തനിക്ക് ജീവൻ്റെ മേലുള്ള അധികാരം എന്ന് മാത്രമല്ല, തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ കാര്യം ചെയ്യുന്നതെന്നും, ഒന്നാമത് പുനരുത്ഥാനം ഉണ്ടെന്നും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് ഇന്നലെ പ്രസ്താവിക്കുന്ന ഭാഗം നമുക്ക് വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ താൻ തന്നെ പുനരുത്ഥാനമാകുന്നു, താൻ തന്നെ ജീവനാകുന്നു. പുനരുത്ഥാനം തരുമെന്നല്ല, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവന് ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. പിതാവ് ജീവൻ നൽകുന്നത് പോലെ ഞാനും ജീവൻ നൽകും എന്നൊക്കെ കർത്താവ് പറഞ്ഞ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഒരു റിസറക്ഷൻ ഉണ്ട്. യേശു കർത്താവിൻ്റെ റിസറക്ഷനെ കുറിച്ച്
ആത്യന്തികമായിട്ട് ദൈവമക്കൾക്ക് എല്ലാം ഉള്ള റിസറക്ഷനെക്കുറിച്ചും നീതിമാന്റെ പുനരുത്ഥാനവും നീതിമാന്മാരുടെ പുനരുത്ഥാനവും പാപികളുടെ പുനരുത്ഥാനവും ഒക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായവിധിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചോളം കർത്താവ് പറഞ്ഞ വചനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കർത്താവ് ഇവിടെ തെളിയിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നോക്കിയാട്ടെ, അങ്ങനെ കർത്താവ് അവനെ അതെ തുടർന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. തുടർന്ന് യഹൂദൻ അവിടെ കടന്നു വന്നവർ പറയുക, അതിൻ്റെ 47-ാം വാക്യം 48-ാം വാക്യം, ഇവനെ ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ അവർ ഉടനെ കാണുന്ന അതിൻ്റെ ത്രട്ടെന്ന് പറയുന്നത്, റോമക്കാരും വന്ന് നമ്മുടെ സകല ജനത്തെയും എടുത്തുകൊണ്ട് പോവുകയും നമ്മുടെ വിശുദ്ധ സ്ഥലത്തെ നശിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും. സ്ഥലത്തെയും എന്ന് ഉദ്ദേശിക്കുന്നത് മന്ദിരത്തെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ അത് ഓൾറെഡി പേടിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. തുടർന്ന് ചില വർഷങ്ങൾക്കുള്ളിൽ AD 70 അത് സംഭവിക്കുന്ന കാര്യവും നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെ സംഭവിക്കുമ്പോൾ കയ്യഫാവിൻ്റെ ഒരു പ്രവചനമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഒരു മനുഷ്യൻ ജനത്തിന് വേണ്ടി മരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ആ വർഷം പ്രവചിച്ച കയ്യഫാവ് പറഞ്ഞ വാക്കുകൾ കാണുക. നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഈ നമുക്ക് ഒന്നാമത് കണ്ട ദൈവത്തിൻ്റെ സമയം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച ആ പ്രവൃത്തിയിലൂടെ ഇത്രയും സ്പെക്കുലേഷൻസും ഇത്രയും ചിന്തകളും കാര്യങ്ങളും ഒക്കെ അവർ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിലും തക്ക സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയും അവർ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും ചീട്ടുകൊട്ടാരം പോലെ താഴെ വീഴുകയും ചെയ്യുകയും ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള അനുഭവവും അത് അനേകർ കർത്താവിൽ വിശ്വസിക്കാനായിട്ട് ഇടയായിത്തീർന്ന കാര്യവുമാണ് വായിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു സംഭവത്തിലേക്കും അതിൻ്റെ ആ ടൈമിങ്ങിലേക്കുമാണ് ഇനിയും പോകുന്നത്. നമുക്കറിയാം ഇത്രയൊക്കെ വിശിഷ്ടമായ ഒരു അത്ഭുതങ്ങൾ ചെയ്ത ഒരു വ്യക്തിക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും? ആ വ്യക്തിയെ എങ്ങനെ ക്രൂശിക്കാൻ കഴിയും? ആ വ്യക്തിയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? ഇതിൻ്റെ 10-1 അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ടീച്ചിങ്ങോ കൊടുത്തിട്ടുള്ള വ്യക്തികൾ ഈ ലോകത്തിൽ നിന്ന് മണ്ടത്തരങ്ങൾ പറയുന്നവരെ പോലും ഗുരുവായിട്ട് ആരാധിക്കുകയും അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്ന ഒരു കാലമായി നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട് പോലും. അപ്പോൾ ഇത്ര വിശിഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവിനെ എങ്ങനെ അവർ എതിർക്കാൻ കഴിയും? എന്നാൽ നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നമുക്ക് കാണാം അത് കർത്താവിനെ എതിർക്കുന്ന ഒരു അനുഭവമാണ് അവിടെ കാണുന്നത്. കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കർത്താവിനെ സമൂഹത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കർത്താവ് ഒരിക്കലും പബ്ലിസിറ്റി കൊടുത്ത് വലിയ വ്യക്തിയായിട്ട് തീരാനും ഒരു സോഷ്യൽ ആയിട്ട് വലിയൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിങ്ങൾക്കൊന്നും എന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കുറേ ആൾക്കാരുടെ സംഘടനയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ പാർട്ടിയോ ഒരു മൂവ്മെൻറ്റോ ഒന്നും ഉണ്ടാക്കാനല്ല കർത്താവ് ചെയ്തത്. കർത്താവ് പുരുഷാരം തന്നെ രാജാവാക്കാനായിട്ട് ഭാവിക്കുന്നുവെന്നറിഞ്ഞ് താൻ വാങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സമയത്ത് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അത് പ്രശസ്തനാകാതെയും അതേസമയം തന്നെ ദൈവം ഏൽപ്പിച്ച പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടും എന്നാൽ ആ കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ആ ക്രൂശിൻ്റെ അനുഭവത്തിൽ നിന്ന് ആ പാതയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെയുമുള്ള ഒരു രീതിയിലാണ് കർത്താവ് ജീവിച്ചത് എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ റിമാർക്കബിളായിട്ടുള്ള ഒരു അത്ഭുതം ചെയ്തു. ഇത് ഇന്നത്തെ കാലമാണെങ്കിൽ നാട് മുഴുവൻ പരന്ന് TV-യിലും വന്ന് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. എന്നാൽ അവിടെ അങ്ങനെ ഒന്നും സംഭവിക്കുകയല്ല ചെയ്യുന്നത്. അവനെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നറിഞ്ഞ് അവൻ എഫ്രായിം എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അവൻ പട്ടണത്തിലേക്ക് വാങ്ങിപ്പോയി എന്നുള്ള കാര്യമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. നോക്കണമേ, അപ്പോൾ ക്രൂശ് പൗലോസും പറയുന്നുണ്ട്, എൻ്റെ ഇലക്വൻസ് കൊണ്ട് ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കാൻ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഐ ഡിഡ് നോട്ട് കം ടു യു വിത്ത് ഇലക്വൻസ്
എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം എൻ്റെ വാക്ചാതുര്യവും എൻ്റെ വാചക കസർത്തും കൊണ്ട് ക്രൂശിൻ്റെ ശക്തി വ്യർത്ഥമായി പോകാതെ ക്രൂശ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇടയായി തീരേണ്ടതിന് ഉള്ളൊരു നിലവാരത്തിലാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ കടന്നു വന്നതും പ്രസംഗിച്ചതും എന്ന് പറയുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് കർത്താവ് ഈ കാര്യങ്ങളെ കണ്ടതും കർത്താവ് അറേഞ്ച് ചെയ്തതും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരിക്കലും പ്രശസ്തി കൊണ്ട് ക്രൂശിൻ്റെ പാതയിൽ നിന്ന് മാറിപ്പോകാൻ തക്കവണ്ണം ഒരിക്കലും ഇടയായി തീർന്നില്ല. എന്നാൽ കർത്താവ് ഏൽപ്പിച്ച പ്രവർത്തികൾ ചെയ്യാതെ ഇരിക്കാനും ഇടയായി തീർന്നില്ല. അത് നിശ്ചയമായിട്ട് എല്ലാം നിവർത്തിക്കുകയും ചെയ്തു. അതേസമയം തന്നെക്കുറിച്ച് പിതാവ് എന്താണോ ആഗ്രഹിച്ചത് അതേ പാതയിൽ തന്നെ പോകാനും, പ്രശസ്തിയേക്കാളും കൂടുതൽ ഈ ചെയ്ത ദൈവിക പ്രവർത്തികൾ നിമിത്തം അവനെ എലിമിനേറ്റ് ചെയ്യാനും അവനെ എതിർക്കാനും അവനെ പകയ്ക്കാനുമുള്ള ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട്. നോക്കിയാട്ടെ, അതെ, അതെ. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പോലെ കർത്താവിനെ അവർ ക്രൂശിക്കാനായിട്ട് അവിടെ അവരോട് പറയുക, ആരെങ്കിലും അവൻ ഇരിക്കുന്ന സ്ഥലം ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ അത് പറഞ്ഞു തരാനുള്ള ഒരു ആഹ്വാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും എന്ന് മാത്രമല്ല, ഇങ്ങനെ പോയാൽ നമുക്ക് വലിയ നാശമുണ്ടാകും. റോമക്കാർ വിചാരിക്കും, നമുക്കറിയാമല്ലോ, തുടർന്ന് കർത്താവിനെ പിടിക്കുകയും ഇതാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ഗവർണറും പീലാത്തോസും ഒക്കെ ഈ മനുഷ്യരിൽ ഞാനൊരു കുരുകുറ്റവും കാണുന്നില്ല, നിങ്ങളുടെ മതകാര്യമാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ അങ്ങനെ അവർ ചിന്തിക്കുന്നില്ല, റോമക്കാരങ്ങനെ ചെയ്തിട്ടുമില്ല. എന്നാൽ അങ്ങനെ ഒരു ഭീതി അവരുടെ ഉള്ളിൽ ഉണ്ടാകാനും യേശുവിനെ നിഷ്കാസനം യേശുവിനെ കൊന്നുകളയാൻ തക്കവണ്ണമുള്ളൊരു കാരണം കണ്ടുപിടിക്കുക അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ ഒരു മിറക്കിളോടുകൂടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കർത്താവിനെ അവരെന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അവർക്കൊരു പൂർണ്ണ എഗ്രിമെന്റ് എന്ന് മാത്രമല്ല, മഹാപുരോഹിതന്റെ ആ പ്രവചനത്തോടുകൂടെ എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ലീഗലൈസ് ചെയ്യപ്പെട്ടു, അത് നോർമലാക്കപ്പെട്ടു. അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ഇയാളെ കൊല്ലുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം ജനങ്ങളെ എല്ലാം കൂടെ വന്ന് ഈ റോമക്കാർ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരാൾ മരിക്കുകയാണെങ്കിൽ കച്ചറ കഴിഞ്ഞല്ലോ, ഒരു പ്രശ്നം തീർന്നല്ലോ, ഈ പുഴുക്കുത്തിനെ എടുത്ത് സമൂഹത്തിൽ നിന്ന് കളഞ്ഞല്ലോ. അതുകൊണ്ട് അതിലൊരു തെറ്റുമില്ല. ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നല്ലതെന്ന് പ്രവചനം കൂടായപ്പം എല്ലാ നിലയിലും കർത്താവിനെ ക്രൂശിക്കാനും കർത്താവിനെ എലിമിനേറ്റ് ചെയ്യാനുമുള്ള ആ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ സെറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് കാണാം. നമുക്കറിയാം, ദൈവത്തിൻ്റെ സമയത്ത് ദൈവഹിതം ദൈവത്തിൻ്റെ സമയത്ത് നിവർത്തിക്കപ്പെടും. ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ഇതെന്തൊരു കാത്തിരിപ്പാ. നമുക്കറിയാം, ഈ മാർത്തയ്ക്കും മറിയയ്ക്കും നമുക്കറിയാം അത് സാധാരണ വിഷയമല്ല, തങ്ങളുടെ സഹോദരൻ മരിക്കുന്ന ഒരു വിഷയമായിരുന്നു. അതിലുള്ള കാത്തിരിപ്പ് തന്നെ വളരെ മുഷിപ്പിക്കുന്നതായിട്ട് തോന്നി. മരിച്ചു കഴിഞ്ഞ് 4-ാം ദിവസം കടന്നു വന്നപ്പോൾ അത് വലിയൊരു പരാതിയുടെ പ്രവാഹമായിട്ട് മാറി. എന്നാൽ അതൊക്കെ ദൈവപ്രവൃത്തിയാൽ അതൊക്കെ ആ പരാതികളൊക്കെ തീർന്നു പോയതുപോലെ, പരാതികളുടെയൊക്കെ മുനയൊടിഞ്ഞതുപോലെ ഇന്ന് അവരെന്തിനു വേണ്ടി പരാതിപ്പെട്ടോ അതിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. കർത്താവേ, ഞങ്ങളുടെ സമയത്ത് അത് നടന്നിരുന്നെങ്കിൽ, ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് നടന്നിരുന്നെങ്കിൽ, ഞങ്ങൾ വിചാരിച്ചപ്പോൾ അത് ആ രീതിയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ അവസ്ഥയിൽ ഉണ്ടായിരിക്കത്തില്ലായിരുന്നു. എന്നാൽ കർത്താവേ, നീ ഇത്രങ്ങനെ ലേറ്റായിട്ട് വന്നും നീ തക്ക സമയത്ത് അത് പ്രവർത്തിച്ചതിനായി സ്തോത്രം എന്ന് അവർ ഒരുപക്ഷെ പറഞ്ഞിരിക്കാം. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും പല വിഷയങ്ങളോട് ബന്ധത്തിലും നമുക്ക് പിന്നെ പറയാനിടയായി തീർന്നത്. പല അനുഗ്രഹങ്ങളും പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച സമയത്ത് തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളിന്ന് ഈ ലോകത്ത് ഒരുപക്ഷെ കാണത്തില്ലായിരുന്നു, വിശ്വാസത്തിൽ കാണത്തില്ലായിരുന്നു. അടുത്തത് നമുക്ക് കാണാൻ കഴിയും, ഒരിക്കലും മാറ്റപ്പെടാത്ത സംഭവം, ഒരിക്കലും മാറ്റപ്പെടാൻ കഴിയാത്തതും ദൈവം ഈ ലോകത്തിൻ്റെ തേജസ്സിനായിട്ട് മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ദൈവത്തിൻ്റെ ജ്ഞാനമായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള അവൻ്റെ ക്രൂശീകരണവും അവൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള സമയം. അത് ഈ മിറക്കിൾ കൊണ്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോടോ മാറ്റപ്പെടുകയല്ല ചെയ്യുന്നത്. പൂർണ്ണമായ ദൈവത്തിൻ്റെ സമയത്തിലേക്കും പൂർണ്ണമായിട്ടുള്ള ദൈവത്തിൻ്റെ ദൈവം അത് ഒരുക്കിയതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും
പെസഹ പെരുന്നാളിന് ചില ദിവസങ്ങൾ മുമ്പുള്ളപ്പോൾ തന്നെ കർത്താവിന് ഇനി വെച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല, അവനെ തീർത്ത് കളയണം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ. ഞാൻ ഈ എല്ലാ ദൈവത്തിൻ്റെ സമയം ഓർത്ത് ദൈവത്തെ കാലസമ്പൂർണതയെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരു വിലയ്ക്ക് വാങ്ങിയിട്ട് നാമും പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് വചനത്തിൽ വായിക്കുമ്പോൾ, കർത്താവേ, നിന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന നിന്റെ സമയങ്ങൾക്കായിട്ടും കാലങ്ങൾക്കായിട്ടും ദൈവത്തെ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിത്യനായ ദൈവം ഈ സമയത്തിലുള്ളവനായിട്ട് ജനിച്ച് ഈ സമയത്തിന് കീഴേ വന്ന് അവൻ്റെ ആ പെർഫെക്റ്റ് ടൈമിങ് നമുക്കറിയാം. അവൻ്റെ വരവിനെക്കുറിച്ചും അതുപോലെ തന്നെ അവൻ്റെ പദ്ധതികളെല്ലാം ഈ ലോകത്ത് നിറവേറുന്നതിനെക്കുറിച്ചുമുള്ള എല്ലാ സമയങ്ങളും ആ സമയത്ത് തന്നെ നിവർത്തിക്കപ്പെടും എന്ന് ഓർത്ത് നമുക്ക് ഈ പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവനെ ആരാധിക്കുകയും രാജാതിരാജാവും കർത്താവുമായിട്ട് അവനെ ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിലും കർത്താവെ, നിൻ്റെ സമയത്ത് പെർഫെക്റ്റായിട്ട് നീ കാര്യങ്ങളിൽ ഇടപെടും, നീ സംസാരിക്കും. കർത്താവ്, നിന്നോടുള്ള പരാതികളെല്ലാം അന്ന് എനിക്ക് മാറും. അന്ന് നിൻ്റെ ആ ദൈവഹിതത്തിൻ്റെ പൂർണ്ണ വെളിച്ചത്തിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കും എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.